തെക്കൻ മേഖലാ ജാഥയിലേക്കാണ്. അവിടെ സുലേഖ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇന്ന് ഈ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കുകയാണ്. PV കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടങ്ങളിലും സമാന സാഹചര്യമാണ്. സുലേഖ നമ്മളോടൊപ്പം ചേർന്നു. സുലേഖ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ്. നമുക്കറിയാം തലസ്ഥാനമാണ്. ഈ ഒരു ഞായറാഴ്ച അത്രയധികം തിരക്കുകൾ ഉണ്ടാകും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വികസന മുന്നേറ്റ ജാഥ തുടങ്ങിയ കയറിയ ആ ഒരു സമയം മുതൽ തന്നെ ഈ കടുത്ത ചൂടും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊള്ളുന്ന വെയിലും ഒന്നും ഒരു പ്രശ്നമാവാതെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സ്വീകരണ യോഗങ്ങളിലേക്കും കടന്നു വരുന്നത്. അവർ ഈ പൊള്ളുന്ന ചൂടിനെയൊക്കെ വകവെക്കാതെ എന്താണ് വികസന മുന്നേറ്റ ജാഥയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അതെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രതികരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അപ്പോൾ ഇന്ന് അതിന് സമാപനമാകുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളെ നമുക്ക് ഊഹിക്കുവാൻ പോലും സാധിക്കുകയില്ല, അല്ലേ? സിന്ദൂരി, എന്തായാലും തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് സമാപനമാകുമെന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂരിലെ ചേരക്കരയിൽ നിന്നാണ് തെക്കൻ മേഖല LDFിന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമായത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആണ് ഈ തെക്കൻ മേഖലാ ജാഥ നയിക്കുന്നത്. അതിൽ ജാഥ ക്യാപ്റ്റനായിട്ടുള്ളത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജാണ് ജാഥ ക്യാപ്റ്റനായിട്ടുള്ളത്. CS സുജാത അടക്കമുള്ള മഹിളാ അസോസിയേഷന്റെ നേതാവായിട്ടുള്ള CS സുജാത അടക്കമുള്ള ആളുകൾ ഈ ജാഥ അംഗങ്ങളായിട്ടുണ്ട്. 13 പേരാണ് ജാഥ അംഗങ്ങളായിട്ടുള്ളത്. ചേലക്കര മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ തെക്കൻ മേഖലാ ജാഥ നടക്കുന്നത്. ഇന്നെന്തായാലും ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് സമാപനമാകും എന്നുള്ളത് തന്നെയാണ്. വൈകിട്ട് പുത്തരിക്കണ്ടത്താണ് ഇത്തരത്തിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, അതിനൊപ്പം തന്നെ നിയമമണ്ഡലങ്ങളിൽ ഉള്ള പര്യടനം ഒരുമിച്ചുള്ള ഒരു ജാഥ പര്യടനം നടക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ പര്യടനമില്ല. ഈ മണ്ഡലങ്ങളൊക്കെ കൂടിയും പുത്തരിക്കണ്ടത്താണ് ജാഥ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് LDFിന്റെ വികസന മുന്നേറ്റ ജാഥ കടന്നത്. വലിയ സ്വീകരണങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും. 10 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലെ 10 മണ്ഡലങ്ങളിലാണ് LDFിന്റെ വികസന മുന്നേറ്റ ജാഥ പര്യടനം നടത്തിയത്. ഈ മേഖലകളിലെല്ലാം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഓരോ സ്വീകരണ കേന്ദ്രത്തിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ജനപങ്കാളിത്തം, വലിയ കരഘോഷത്തോടു കൂടിയുള്ള സ്വീകരണമാണ് LDFിന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് തെക്കൻ മേഖലാ ജാഥയ്ക്ക് സമാപനമാകുന്നു. വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിലാണ് LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക്, തെക്കൻ മേഖലാ ജാഥയ്ക്ക് സമാപനമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് വികസന മുന്നേറ്റ ജാഥ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഇത്തരത്തിൽ LDFിന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് സമാപനമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ 13 അംഗങ്ങൾ M സ്വരാജാണ് ജാഥ ക്യാപ്റ്റൻ. ഒപ്പം മഹിളാ അസോസിയേഷൻ നേതാവായിട്ടുള്ള CS സുജാത, അതോടൊപ്പം ബിനോയ് വിശ്വം അടക്കമുള്ള 13 പേരാണ് ഇത്തരത്തിൽ വികസന മുന്നേറ്റ ജാഥയിൽ, തെക്കൻ വികസന മുന്നേറ്റ ജാഥയിൽ പങ്കാളികളായിട്ടുള്ളത്. ഈ ആളുകളൊക്കെ തന്നെയും ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങളോട് വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ജാഥ കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം വിഴിഞ്ഞമടക്കമുള്ള കാര്യങ്ങൾ. അതെ, ബിനോയ് വിശ്വം ജാഥ ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖല ജാഥയാണ് ഇന്നിപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുന്നത്. നമുക്കറിയാം ബിനോയ് വിശ്വം, M സ്വരാജ് ഇവർ ഓരോരുത്തരും, ആ ഒരു ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന ഓരോരുത്തരും സുലേഖ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആളുകളെയും ഓരോ ഇടങ്ങളിലും വളരെ കൃത്യമായി എന്താണ് കേരളത്തിന്റെ ലക്ഷ്യം, തുടർ ഭരണം വരുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഓരോ സ്വീകരണ യോഗങ്ങളിലും നമ്മൾ കാണുന്ന പ്രസംഗങ്ങൾ അവർ വളരെ കൃത്യമായ രീതിയിൽ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗം വലിയ തരത്തിൽ നുണപ്രചരണങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഇടതുപക്ഷം നടത്തിയ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിക്കേണ്ട, അല്ലെങ്കിൽ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സുലേഖ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാറേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓരോ ഇടങ്ങളിലും ഈ ജാഥ ക്യാപ്റ്റനും കൂടിയുള്ള നേതാക്കൾക്കുമെല്ലാം ആ പ്രദേശത്തുള്ളവർ ഒരു
ഒരുക്കുന്ന ഒരു സ്വീകരണമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റും കണ്ടതാണ്. വലിയ തരത്തിൽ പഞ്ചാരിമേളവും അല്ലെങ്കിൽ അങ്ങനെ അത്ര ആഘോഷമായിട്ടാണ് ഈ ജാഥ എത്തുന്ന ജാഥാ നേതൃത്വത്തെ ഓരോ സ്വീകരണ ഇടങ്ങളിലും സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു കലാശക്കൊട്ടായിരിക്കും പുത്തരിക്കണ്ടത്ത് കാണുക അല്ലേ? തീർച്ചയായും സിന്ദൂരി, അതുതന്നെയാണ്. മണ്ഡലങ്ങളിൽ ഒരു കലാശക്കൊട്ട, ജില്ലയിലെ കലാശക്കൊട്ട ആണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ് ഒപ്പം കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ ആളുകളാണ് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുക. ഈ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ LDFന്റെ പര്യടനം, ജാഥാ പര്യടനം നടക്കുന്നില്ല. എല്ലാം കൂടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്താണ് നടക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം തന്നെ ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്തുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വലിയ നുണപ്രചരണം അത് പ്രതിപക്ഷവും അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അവഗണന അത് കേരളത്തിനോട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന അത് കേരളത്തിന് നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വലിയ വികസനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സംസ്ഥാന സർക്കാർ കാഴ്ചവെച്ചത് എന്നുള്ളത് തന്നെയാണ്. അതടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDFന്റെ വികസന മുന്നേറ്റ ജാഥ കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം പുത്തരിക്കണ്ടം മൈതാനത്തുണ്ടാകും. ഇത് പുത്തരിക്കണ്ടം മൈതാനത്ത് മാത്രമല്ല, LDFന്റെ ജാഥ നടക്കുന്ന ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ വലിയ സ്വീകരണങ്ങളും വലിയ ജനപങ്കാളിത്തവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കാഴ്ച ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്തും ഉണ്ടാകും. വലിയ സ്വീകരണങ്ങൾ, വലിയ കലാപരിപാടികൾ, ബാലസംഘം കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകളുടെ പങ്കാളിത്തം ഈ വികസന മുന്നേറ്റ ജാഥയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വികസനം പറഞ്ഞുകൊണ്ട് വികസന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ നടപ്പിലാക്കിയ വികസന രാഷ്ട്രീയം അത് തന്നെയാണ് LDF ജാഥയുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജാഥകൾ കടന്നു പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഇത്തരത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ചില കള്ളപ്രചരണങ്ങളുണ്ട്. ആ കള്ളപ്രചരണങ്ങളിലൊക്കെ തന്നെയും മറുപടികൾ അത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വികസന മുന്നേറ്റ ജാഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ അമ്പൂരിയിലടക്കം, പാറശാലയിലടക്കം, ഈ കിളിമാനൂരടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും ഇത് തന്നെയാണ് കാഴ്ച. അത് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കാഴ്ചയില്ല. വികസന മുന്നേറ്റ ജാഥ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലെയും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ഇടങ്ങളിലും വികസന മുന്നേറ്റ ജാഥ കടന്നു പോകുന്ന ഇടങ്ങളിലെ കാഴ്ച ഇത് തന്നെയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്കുള്ള മറുപടി അത് ജനങ്ങളിലേക്ക് നേരിട്ട് തന്നെ ഈ ഇത്തരത്തിൽ LDFന്റെ നേതാക്കൾ എത്തിക്കുന്നു. അപ്പം കേന്ദ്ര സർക്കാർ കേരളത്തിനോട് തുടരുന്ന അവഗണന, കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഒക്കെ തന്നെയും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഫണ്ടുകളടക്കം തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെയെല്ലാം അതെ, സുരേഖ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ തരത്തിൽ ഓരോരുത്തരോടും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് വികസന മുന്നേറ്റ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.